വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമുക്കിന്ന് സെറ്റ് ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്ത് നോക്കിയാലോ. എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് അലോങ് ദി റിം ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. നെയിം ദ കൺസ്ട്രെയിൻഡ് ഇൻവോൾവ്. അതായത് ഒരു പാർട്ടിക്കിള് ഒരു സർക്കിളിന്റെ റിമ്മിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. പാർട്ടിക്കിൾ അതായത് സർക്കംഫറൻസിലൂടെ മാത്രമേ അതിന് ട്രാവൽ ചെയ്യാനായിട്ട് അലോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കൺസ്ട്രെയിൻഡ് എന്ന് പറയുന്നത് ഇതിൽ ഏതാണെന്ന്. ഈ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ പാർട്ടിക്കിളിന് വേറൊരു സ്ഥലത്തേക്കും മൂവ് ചെയ്യാനായിട്ട് അനുവാദമില്ല. ഈ സർക്കംഫറൻസിലൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പോൾ സർക്കിളിന്റെ ഇക്വേഷൻ തന്നെയാണ് ഈ പാർട്ടിക്കിളിന്റെ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇക്വേഷന്റെ രൂപത്തിൽ നമുക്ക് ഇവിടുത്തെ കൺസ്ട്രെയിൻറ്റിനെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കൺസ്ട്രെയിൻസിന് നമ്മൾ ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്നാണ് പറയുന്നത്. അഥവാ ഇങ്ങനെ എഴുതാൻ പറ്റില്ല, എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അങ്ങനെ ഒരു റിലേഷൻ ആണ് എഴുതാൻ പറ്റുന്നതെങ്കിൽ അത് നോൺ ഹോളോണോമിക് ആയിരിക്കും. ഇവിടെ ഇക്വേഷൻ രൂപത്തിലായതുകൊണ്ട് നമുക്കിവിടെ ഹോളോണോമിക് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ്.